ഹലോ ഫ്രണ്ട്സ്, ഹലോ അമസ്വേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഗാർഡനിങ് ആണ്. ഗാർഡനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നമ്മളുടെ ഒരു ചെറിയൊരു ഗാർഡൻ അല്ലെങ്കിൽ ചൈനീസ് ബാൾസം എന്നൊരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേരുടെ ഒരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് അവരത് ലോങ്ങിന്നൊക്കെ ആയിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ലോങ്ങിന്നായിരുന്നു. അവർക്ക് ഇതിന്റെ കട്ടിങ്സ് കൊറിയർ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. വീഡിയോ കണ്ടിട്ട് നമ്മൾ അടുത്തുള്ള കുറച്ച് നഴ്സറിയിൽ വന്നിട്ട് അവരും പറഞ്ഞു. അപ്പൊ അവർക്ക് നമ്മളൊരു ട്രയല് പോലെ ഒരു ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കേട്ടാ. അവര് അത് കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമ്മള് അടുത്ത സ്റ്റെപ്പ് ഇനിയും കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് കൊറിയർ ചോദിക്കുന്നവരോട് അത് ഇപ്പോഴും നമ്മളൊരു തീരുമാനമായിട്ടില്ല. അത് ആവുമ്പോ നമ്മൾ എന്തായാലും പറയാം. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോ അടുത്ത അവർക്ക് വേണ്ടി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ അതാണ്, അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണതാണ്. അപ്പോൾ നമുക്ക് സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചേട്ടൻ ഇപ്പൊ മണ്ണൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മണ്ണും വളമൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് നമ്മള് മണ്ണും വളമൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ ക്ലാസ്സിൽ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നമ്മൾ ഒരു 3/4 ഭാഗം മണ്ണ് നിറയ്ക്കും. മണ്ണ് നിറച്ചിട്ട് നമ്മൾ കട്ടിങ്സ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബാൾസത്തിന്റെ കുറച്ച് കട്ടിങ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇനി നിറച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ചേട്ടന്റെ പോയിട്ട് പാവം മണ്ണൊക്കെ എടുത്ത് വളമൊക്കെ മിക്സ് ചെയ്ത് ഫുള്ള് ഇതില് വളം മിക്സ്ഡ് ആണ് കേട്ടാ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇത്രയ്ക്ക് വെള്ളം നിറച്ചിട്ട് അതിന്റെ കടതിൽ ഇങ്ങനെ കുത്തും. ക്യാമറ ഞാൻ കൈകാര്യം ചെയ്യുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമ്മളില് നെക്സ്റ്റ് വീഡിയോസ് നമ്മുടെ ക്രിസ്മസിന്റെ പർച്ചേസിങ്ങും എന്തായാലും നമ്മൾക്കും ഇന്നലത്തെ വീഡിയോയില് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഹോം ടൂർ അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് വന്നിരുന്നു. ഡ്രസ് കളക്ഷൻ കാണിക്കാൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ് കളക്ഷൻ. അപ്പൊ ഇനി അതൊക്കെ ചെയ്യാം. നമ്മുടെ ചേട്ടൻ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നു കേട്ടാ. ഞാൻ ഇങ്ങനെ ക്യാമറ പിടിക്കാൻ കാരണം അപ്പൊ എനിക്ക് നിറയ്ക്കാൻ പറ്റില്ലല്ലോ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറ്റില്ലല്ലോ. ക്യാമറ ഞാൻ പിടിക്കാൻ പറഞ്ഞോ, അത് വേറെ കാര്യം. എന്തും ഞാൻ തന്നെ പിടിക്കാറ്. പണിയുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് തരും. ഇനി നമ്മളപ്പോൾ ഞാൻ പറഞ്ഞത് മുഴിച്ചില്ല. നമ്മളുടെ ഇനിയത്തെ വീഡിയോ നമുക്കിനി എന്തായാലും നമ്മളും ചെറിയ രീതിയിൽ ക്രിസ്മസ് ഒക്കെ ഒന്ന് ആഘോഷിക്കും. അപ്പോൾ ചെറിയൊരു പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഞങ്ങൾ എല്ലാ വർഷവും, അത് പറയാം, ഞങ്ങൾ എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ട്രീ കാശ് കൊടുത്ത് മേടിക്കില്ല. പുൽക്കൂട് സെറ്റ് ചെയ്യാറില്ല അല്ലേ നമ്മള്? പുൽക്കൂട് നമ്മൾ സെറ്റ് ചെയ്യാറില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യും. പിന്നെന്ന് വെച്ചാല് ട്രീ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് ഞാനും ചേട്ടനും മാത്രമായിരിക്കും. ഞങ്ങൾ എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. മാവിന്റെ കൊമ്പ് പിടിച്ചിട്ടാ ഞങ്ങള് ചെയ്യാ. മാവിന്റെ കൊമ്പ് പിടിച്ചിട്ട് എന്നിട്ട് ഞങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ, കുഴപ്പമില്ലാത്ത രീതിയിൽ അതന്നെ. അപ്പോൾ അതിന്റെ കുറച്ച് പർച്ചേസിങ് ഇല്ല കേട്ടോ നമുക്ക് നാളെ. അതിന്റെ വീഡിയോ നാളെ വരും. നമ്മൾക്ക് കുറച്ച് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നാളെ വരും. അതന്നെ, നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞങ്ങൾ പോണത്. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് ഓരോ എന്താ പറയുക സജഷൻസ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ചേട്ടന് അമ്മേ ഇത്രയും കപ്പ് നിറച്ച ടൂള് കാണിച്ചു കൊടുത്ത ഇത് നമ്മളെ അച്ഛൻ കിട്ടുന്ന ടൂളാട്ടോ. അച്ഛന് ടൂൾസ്, ഇങ്ങനത്തെ ടൂൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എപ്പോൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെയൊക്കെ കൊണ്ടുവരും. ഇപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ചെടി നടലൊക്കെ ഭയങ്കര ക്രൈസ് ആയപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന ഒരു ടൂളാണ് കാണിച്ചു കൊടുത്തത്. നമ്മുടെ കൊലരി പോലത്തെ കൊണ്ടുവന്നതാ നിറച്ചു. അപ്പോൾ ഇത്രയും നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് നിങ്ങളെ ഇതാക്കിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എന്താ ചെടി ആ കമ്പ് നമ്മളുടെ ഇനി ഇതുപോലെ ബാൽസത്തിന്റെ കൊമ്പുകള് ഒടിച്ചിട്ട് അതെ നമ്മുടെ അടുത്തുള്ള മദർ പ്ലാന്റിൽ നിന്ന് ഒടിച്ചിട്ട് കുത്താൻ പോവാണ്.
ഇതിങ്ങനെ കുത്തിയിട്ട് ഇതില് കുറച്ച് വെള്ളം വെച്ച് സെറ്റ് ചെയ്ത് ഒരാഴ്ച കൊണ്ടൊക്കെ വരാവില്ല. ഒരാഴ്ച നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ ഇവിടെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന് വേരൊക്കെ പിടിക്കും. ഈ കപ്പ് ഇതിപ്പോ നമ്മള് ഇതിന് മുന്നേ യൂസ് ചെയ്ത കപ്പാണ് കേട്ടാ. ഇത് നമ്മള് അവര് കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മൾ ഈ കപ്പിൽ നിന്ന് എടുക്കും. കറക്റ്റ് കപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. കാരണം അതിന്റെ വേരൊക്കെ ഫുള്ള് പിടിച്ച് എല്ലാതും അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചെറിയ കവറുകളില്ലേ അതിലേക്കാക്കും. അല്ല അതെ, ചെറിയ ഗ്രോ ബാഗിലേക്കാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിൽ വേണമെന്ന് പറയുന്നവർക്കാണെങ്കിൽ നമ്മൾ ചട്ടിയിലും സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ നഴ്സറിയിലേക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും ആണ് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയല്ല കേട്ടോ നമുക്ക് കിട്ടുക. നമ്മളിനിപ്പോൾ കൊറിയറൊക്കെ ചെയ്യണമെങ്കിൽ വേറെ ഇതിൽ ചെയ്യണം തോന്നുന്നുണ്ട്. അതെ, വേറെ ടൈപ്പിലൊക്കെ ചെയ്യണം. അതിങ്ങനെയല്ല വരാം. അപ്പം അങ്ങനെ അപ്പോൾ അതിന് കൊറിയർ ഇപ്പോൾ ചെയ്യാത്ത അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മളത് നമുക്ക് അറിയാതെ ഇതായിട്ട് നമ്മളതിനെപ്പറ്റി ഒന്ന് പഠിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചതിന് ശേഷം ചെയ്യും. കണ്ട, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊറിയർ അയക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാരണം തിരുവനന്തപുരം. ഇന്നലെയും കൂടി എനിക്ക് ഇന്നലെയൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തു നിന്നൊക്കെ അതിന്റെ കമ്പ് തരുമോ ചോദിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പോൾ പിന്നെ എന്നും ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആവാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഇത് എല്ലാതും നടട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ചെയ്ത് കഴിയാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കാണുന്നതിൽ കുറേ ഉണ്ടാവും. പലതരമാണ്. നമ്മളിപ്പോൾ ബാൾസാണ് സെറ്റ് ചെയ്തത്. ഇതിന് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചത് ഇനി കൊണ്ടുപോകാനുള്ളതാണ് ഈ ഇരിക്കുന്നതൊക്കെ. അതില് ബിഗോണിയ ഉണ്ട്, പിന്നെ ഏതാ റെഡ് സ്പൈഡർ എന്ന് പറഞ്ഞ ചെടിയുണ്ട്, പിന്നെ നമ്മളെ സാധാരണ നല്ല പുല്ലായിട്ട് നിൽക്കുന്നതല്ലേ അതൊക്കെയാണ് ഉള്ളത്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ചട്ടിയിലേക്ക് മാറ്റിയതാണ്. ഇനി അത് ബാൾസങ്ങളാണ് ആ വെള്ള കപ്പിലിരിക്കുന്നത്. വെള്ള കപ്പിലിരിക്കുന്നതൊക്കെ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. ഇതൊക്കെ ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് ബാൾസം ഇനിയിപ്പോൾ അതിലിരുന്നിട്ട് നമ്മൾ തണലത്ത് വെച്ച് അതിനൊന്ന് ഒരു 1 വീക്ക് വെച്ച് സെറ്റ് ആവും. സെറ്റ് ആയതിനു ശേഷം ആ കപ്പിൽ നിന്ന് മാറ്റിയത് വേര് പിടിച്ച് കഴിയുമ്പോൾ കപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കവറിൽ വെക്കും. കവറിൽ വെച്ചിട്ടാണ് അവർക്ക് കൊടുക്കുക. അതിലിപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. എല്ലാ കളേഴ്സും മിക്സ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇത് തണുത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ഇതാണ് റെഡ് സ്പൈഡർ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളിത് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇതാണ് ബാൾസങ്ങൾ. അതിലെല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ ഇത് ബിഗോണിയ അതും കൊണ്ടുപോകാനുള്ളതാണ്. ഇതും അതുപോലെ നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതും ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ഇതിൽ മിക്സഡ് കളേഴ്സാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മറ്റേതിൽ കൂടെ ഇതും കൂടി ആഡ് ചെയ്ത് കൊണ്ടുപോകണം. ഈ ബാക്കിലിരിക്കുന്ന ആ പൂക്കളൊക്കെയാണ് കേട്ടോ. നമ്മളിപ്പോ ഇതിന്റെ നമ്മ വെച്ചതിന്റെ മദർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. എല്ലാതും കട്ട് ചെയ്ത് അവിടെ കൊണ്ട് സെറ്റ് ആക്കിയത്. ഇനി ക്ലോസ് ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളത് 2 ചൈനീസ് ബാൾസത്തിന്റെ വീഡിയോയിലും നമ്മുടെ ഗാർഡൻ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് ഇത് എന്താ പറയാ ഒരു എണ്ണാന്ന് വെച്ചാൽ കുറയുന്നത് അത്യാവശ്യം കുറച്ച് കളേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ എന്തായാലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കൊറിയറിന്റെ ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ പറയാം. ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്തായാലും കൊറിയറിന്റെ കാര്യം പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിട്ട് ചോദിച്ചവർക്കൊക്കെ നമ്മൾ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കും. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളെ ചെറിയൊരു എന്താ പറയാ അതന്നെ ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ടിങ് അടിക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലും ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.